എങ്ങനെയാണ് പെട്ടെന്ന് വയലിൻ പഠിച്ചെടുക്കുക? അതായത് ഒരുപാട് കാലം എടുക്കാതെ നമുക്ക് വയലിൻ നല്ല വൃത്തിയായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വയലിൻ പഠിത്തം ഒരു വലിയ പാടായി കരുതുന്നവർക്ക് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് വയലിൻ പഠിച്ചെടുക്കാനുള്ള ചില ട്രിക്കുകൾ, ചില ടിപ്സുകൾ അതുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഗമകം എങ്ങനെ കൊടുക്കാം. ഗമകം നമ്മൾ ആരംഭിക്കുന്നത്, അതായത് വരിശകൾ, ജണ്ടവരിശകൾ, സരളി അലങ്കാരങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഈ വരിശകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഗമകം ആരംഭിക്കുന്നത് ഗീതത്തിലാണ്. അപ്പോൾ ഗീതത്തിൽ എപ്രകാരമാണ് ഗമകം കൊടുക്കുന്നത്? വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഒരു 2-3 ഗീതം, 3-4 ജതിസ്വരം, 2-3 സ്വരജതികൾ, 3 വർണ്ണങ്ങൾ ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല മനോഹരമായി വയലിൻ വായിക്കുവാൻ നിങ്ങൾക്കാവും. അതിനുള്ള ചില ടിപ്സുകൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മലഹരി രാഗത്തിലുള്ള ശ്രീഗണനാഥ എന്ന ഗീതം എങ്ങനെയാണ് ഗമകത്തോടുകൂടി വായിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഓൾട്ടർനേറ്റായിട്ട് ക്ലാസ്സുകൾ, അതായത് ഞാൻ ഇടുന്നുണ്ട്. അടുത്ത ആഴ്ച വരിശകളായിരിക്കും ക്ലാസ്സായിട്ട് ഇടുന്നത്. അത് കുറച്ച് ബിഗിനേഴ്സിനെ തുടങ്ങുന്നവർക്ക് പഠിക്കുവാൻ വേണ്ടി. ഇത് വരിശകളൊക്കെ കഴിഞ്ഞിട്ട് വിരലുകൾക്ക് നല്ല സ്പീഡൊക്കെ ആയിട്ടുള്ളവർക്ക് എൻ്റെ ഈ ക്ലാസ് കണ്ട് ഈ ഗമകം പഠിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് മലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം ശുദ്ധമായ ഗമകത്തോടുകൂടി വായിക്കുന്നത് എന്ന് നോക്കാം. മലഹരി രാഗത്തിന് ആരോഹണ അവരോഹണങ്ങൾക്ക് ഗമകം കൊടുക്കേണ്ടതാണ് പഠിക്കേണ്ടത്. മലഹരി രാഗത്തിൻ്റെ ആരോഹണം എന്ന് പറയുന്നത് സരി മപ്പ ദസ എന്നാണ്. അവരോഹണം സ ധ പ മ ഗരിസ എന്നാണ്. ആരോഹണത്തിൽ സ, രി, മ, പ, ധ ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് 5-ന് ഔഡവം എന്ന് പറയും. അവരോഹണത്തിൽ സ ധ പ മ ഗരി സ, സ ധ പ മ ഗരി, തിരിച്ചു വന്നപ്പോൾ ഗ കൂടി ഉണ്ട്. അതിന് ഷാഡവം എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഹണത്തിൽ 5-ഉം അവരോഹണത്തിൽ 6 സ്വരങ്ങൾ വരുന്നത് കൊണ്ട് ഔഡവ ഷാഡവരാഗം എന്നാണ് മലഹരിയെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായി അത് മനസ്സിലാവത്തക്ക രീതിയിലാണ് ഞാൻ ഗമകം പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആദ്യം ആരോഹണ അവരോഹണം പ്ലെയിനായിട്ട്, അതായത് ഗമകമില്ലാതെ ഒന്ന് വായിക്കാം. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഇനി ആരോഹണത്തിൽ ഗമകം എങ്ങനെയാണ് കൊടുക്കുന്നത്? രീക്കാണ് നമുക്ക് ആദ്യമായിട്ട് ഗമകം കൊടുക്കേണ്ടത്. അപ്പോൾ രീയുടെ ഈ ചൂണ്ടുവിരൽ, നമ്മൾ പഠിച്ചിട്ടുള്ള ചൂണ്ടുവിരൽ ഏറ്റവും താഴെ ഒരു കട്ടയുണ്ട്. ഇവിടെ വയലിൻ്റെ ഈ അടിഭാഗത്തായിട്ടുള്ള ഈ സ്ട്രിങ് ഉയർത്തി നിർത്താൻ ഉള്ള ഈ കട്ടയുടെ മുകളിലേക്ക് വിരൽ കയറ്റി വയ്ക്കണം. കയറ്റി വെച്ചതിന് ശേഷം രീതിയിലേക്ക്, അതായത് നമ്മുടെ മായാമാളവ ഗൗളയുടെ രി, മായാമാളവ ഗൗളയിൽ ജനിച്ച രാഗമാണ് മലഹരി. അപ്പോൾ മായാമാളവ ഗൗളയുടെ രി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ രീതിയിലേക്ക് കട്ടയുടെ മുകളിൽ നിന്നും ആ രീതിയിലേക്ക് ചൂണ്ടുവിരൽ ഒരു പ്രാവശ്യം ചലിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ആ കട്ടയുടെ മുകളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ രീതിയിലേക്ക്, മായാമാളവകളുടെ രി, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല, രീതിയിലേക്ക് എത്തുന്നു, തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു വരുന്നു, കട്ടയുടെ മുകളിലേക്ക് വരുന്നു. ഇതിന് ഒരു താളമുണ്ട്. താളം എന്നത് ഇപ്രകാരം, അതായത്
സരി രീ രീ ഇത്രയാകാവും. രീ സരി സരി. ഈ രീയുടെ വിരൽ നിങ്ങൾ 2 പ്രാവശ്യം ഈ താളത്തിന് ചലിപ്പിക്കണം. അതായത് സരി രീ. സ എന്നത് ഡൗൺ ബോയിൽ തന്നെ തുടങ്ങണം. നമ്മൾ ഡൗൺ ബോയിൽ ഏത് കീർത്തനമോ വർണ്ണമോ ഒക്കെ തുടങ്ങുമ്പോഴും ഡൗൺ ബോയിൽ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ 10 കുട്ടികൾ വായിക്കുമ്പോൾ ആ 10 പേരുടെയും ഒരേപോലെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരേ കാര്യം തന്നെ പ്രാക്ടീസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ രീയുടെ വിരൽ, ചൂണ്ട് വിരൽ കട്ടയുടെ മുകളിൽ നിന്നും ശുദ്ധ ഋഷഭത്തിലേക്ക് ഇറക്കുന്നു, തിരിച്ച് കൊണ്ടുവരുന്നു, വീണ്ടും ശുദ്ധ ഋഷഭത്തിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് താളാത്മകമായി ആദ്യത്തെ അതേ സ്പീഡിൽ തന്നെ ആയിരിക്കണം രണ്ടാമതും വായിക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ സ്പീഡ് കൂടുതലും അങ്ങനെയോ, അല്ലെങ്കിൽ ആദ്യത്തെ അനക്കത്തിൻ്റെ സ്പീഡ് കുറച്ചും രണ്ടാമത്തെ അനക്കത്തിൻ്റെ സ്പീഡും കൂട്ടിയാൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരാതെ ഒരേ സ്പീഡിൽ ഇത്രയേ ഉള്ളൂ. രീയുടെ ഗമകം വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. സാ താഴോട്ടിടുക, രീ മുകളിലേക്ക് ഇടുക. സാ താഴേക്ക് ഇടുക, ഓ മുകളിലേക്ക് രീ ഇടുക. ഇത് കഴിഞ്ഞതിന് ശേഷം മായാണ് വായിക്കേണ്ടത്. മാ പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ മതി. അപ്പോൾ മാ പ, സാ രി മാ പ എന്നായിരിക്കുന്നു. അടുത്തതായി ധ സാണ്. ധായ്ക്കും നമ്മുടെ ഗമകം രീക്ക് വായിച്ച അതുപോലെ തന്നെ അതേ ആക്ഷൻ തന്നെ ധായ്ക്കും വായിച്ചാൽ മതി. അപ്പോൾ രീ വായിച്ച അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചൂണ്ട് വിരൽ തിരിച്ച് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യവും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ രീക്കും ധായ്ക്കുമാണ് നമ്മൾ ഗമകം കൊടുത്ത് പഠിച്ചത്. രീ വായിക്കുന്ന അതുപോലെ തന്നെ ധായും വായിച്ചാൽ മതി. അപ്പോൾ സാ ഡൗൺ ബോ ഇടുക, അടുത്തത് രീ, നമ്മൾ ആരോഹണം വായിക്കുമ്പോൾ അപ്പോൾ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ധ വായിക്കുമ്പോൾ ബോ ഡൗൺ ബോയ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഗമകം വായിക്കാനും താഴേക്ക് പോകുമ്പോൾ ഗമകം വായിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവരോഹണം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഗായ്ക്ക് ഒരു ഗമകം പഠിക്കേണ്ടതുണ്ട്. ആ ഗമകം എന്ന് പറയുന്നത് നമ്മൾ രീ വായിച്ചതുപോലെ ഗ ചെറുതായിട്ട് ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. രീ എന്ന് വായിക്കുന്ന പോലെ ഗ ചെറുതായിട്ട്, അതിനുശേഷം രീയിലേക്ക്. ഇവിടെയും ഗായുടെ വിരല് ഇങ്ങനെ ചലിച്ചിട്ട് അവസാനം പുറകിലേക്കാണ് നിൽക്കുന്നത്, പുറകിലേക്ക് ഇങ്ങനെ. അപ്പോൾ
അത്രയും വായിച്ചതിന് ശേഷം രീ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. രീ വായിക്കുന്നത് ഗ ഒരു പ്രാവശ്യം ഇങ്ങനെ അനക്കിയതിന് ശേഷം വിരൽ ഇങ്ങനെ നടുവിരലിനടുത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം താഴേക്ക് വലിച്ച് രീതിയിലെത്തിക്കണം. അപ്പോൾ വായിക്കേണ്ടത്. അപ്പോൾ ഗായുടെ ഗമകം നിങ്ങൾ സിമ്പിളായിട്ട് അത് വായിച്ച് മനസ്സിലാക്കണം. ഗ രീസ, അത് ആദ്യം ഗ വായിക്കുമ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ചലിപ്പിച്ചിട്ട്, അതുപോലെ രീക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ചലിച്ച് രീ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഇങ്ങനെ ആരോഹണ അവരോഹണങ്ങൾ കൃത്യമായി വായിച്ച് പഠിച്ചാൽ ഇതേ ഗമകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഗീതം വായിച്ചെടുക്കാം. അപ്പോൾ ഗീതത്തിൻ്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ എന്നാണ്. മാ പ ശ്രീ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ മാ പ എന്നുള്ളത് 2 സ്വരങ്ങൾക്ക് കൂടി ഒരു സാഹിത്യാക്ഷരമാണ് ഉള്ളത്. അതാണ് ശ്രീ. അപ്പോൾ മാ പ ഈ 2 സ്വരങ്ങൾക്കും കൂടി ഒരു സാഹിത്യാക്ഷരം ഉള്ളത് കൊണ്ട് ഒരു ബോയിൽ വായിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. സാഹിത്യത്തിനനുസരിച്ചാണ് ബോ ഇടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോയിൽ വായിച്ച് പഠിക്കണം. ശ്രീ എന്ന് തുടർച്ചയായിട്ട് കേൾക്കുന്നതിനാണ് ഇത് ഒരു ബോയിൽ വായിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യേണ്ട, ഇങ്ങനെ മാത്രം വായിച്ച് പഠിച്ചാൽ മതി. ഒരു ബോയിൽ വായിക്കുക. പിന്നീട് നമ്മൾ ധായുടെ ഗമകം പഠിച്ചിട്ടുണ്ട്, അത് വായിക്കുക. അപ്പോൾ ഡൗൺ ബോയിൽ തുടങ്ങുന്നു. ശ്രീ ഗണ, അപ്പോ ശ്രീ, അത് കഴിഞ്ഞിട്ട് ധായുടെ ഗമകം സ. അപ്പോ ശ്രീ ഗണ, ഗ ന എന്ന് 2 സാഹിത്യ അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ട് 2 ബോയിൽ വായിച്ചാൽ മതിയാവും. അടുത്തത് നാഥ എന്നാണ്. സരി, അപ്പോൾ കുഞ്ഞുവിരൽ ചേർത്ത് സൈഡ് മുകളിൽ വയ്ക്കുക. അടുത്തത് സിന്ദൂര. അപ്പോ സിന്ധു, അപ്പോ സിന്ധു, അപ്പൊ ബോ ശ്രദ്ധിക്കണം. ഒരു ബോ, സാധ എന്നുള്ളത് ഒരു ബോയിൽ വരണം. അപ്പോൾ സിന്ധൂര. അടുത്തത്
വർണ്ണ. വർണ്ണ എന്നൂടെ വായിക്കാം. സിന്ദൂരവർണ്ണ. അടുത്തത് കരു. കരു. നമ്മൾ ആരോഹണത്തിൽ വായിച്ച അതേ ഗമങ്ങളേ ഉള്ളൂ ഗീതത്തിനകത്ത്. അപ്പോൾ കരു നസ ഗര. കരുണസാഗര. അപ്പോൾ കരുണസാഗര എന്നായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ബോ നീട്ടി പോയിടാൻ നിങ്ങൾ ശീലിക്കുക. നാഥ. അടുത്തത് കരു. എല്ലാ സ്വരങ്ങൾക്കും സാഹിത്യാക്ഷരം ഉള്ളതുകൊണ്ട് ബോ എല്ലാ സ്വരങ്ങൾക്കും പോയിട്ടാൽ മതി. അടുത്തതായി കരിവദന. ഇവിടെ നമ്മൾ ഒരു കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, അത് നമ്മൾ പഠിച്ചെടുക്കാൻ നോക്കാം, പഠിക്കാം. ഇവിടെ കുറച്ച് ഗമകം, കുറച്ച് സ്ട്രെയിനാണ് പഠിക്കാൻ. അത് ശ്രദ്ധിച്ച് നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും ഒരുമിച്ച് താഴേന്ന് കൊണ്ടുവരണം. കരി. അത് ചൂണ്ടുവരാണ് വായിക്കേണ്ടത്. അപ്പോൾ എന്ന് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പഗ. ധാപ മഗ. കരിവദന. ന എന്നുള്ളത് രീക്കും സാഹിക്കും കൂടെ ന എന്ന് പറയുന്ന ഒരു സാഹിത്യാക്ഷരമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒരു പോയിൽ വായിക്കണം. അപ്പം ഒന്നുകൂടി ചേർത്ത് വായിക്കാം. അടുത്തതായി ലം. അത് നമ്മുടെ റിയുടെ ഗമ ആദ്യം പഠിച്ചത് തന്നെയാണ്. ബോ ദര. ഓ ലകുമിക. ലകുമിക. അപ്പോൾ ലഘു മീക.
അടുത്തതായിട്ട് അപ്പോൾ എന്നുള്ള ഒരു സാഹിത്യ അക്ഷരത്തിന് രിമ എന്ന് 2 സ്വരങ്ങളുള്ളതുകൊണ്ട് ഒരുപോലെ വായിക്കണം. അപ്പം ഒരുപോലെ വന്നു. അടുത്തത് അപ്പോൾ നമുക്ക് നേരത്തെ വായിച്ച അതേപോലെ വായിച്ചാൽ മതി. പക്ഷെ സാഹിത്യം വ്യത്യാസമുള്ളത് കൊണ്ട് രീസ 2 കോയിൽ വരും. നേരത്തെ 1 കോയിലായിരുന്നു രീസ. ഇവിടെ